തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 2 ദിവസം. അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിലെ പ്ലാന്റ് താൽക്കാലികമായി അടച്ചതും തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തനങ്ങളെ തുടർന്നുമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. നാളെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. വെള്ളയമ്പലം തൈക്കാട് റോഡ് കഴക്കൂട്ട എന്നിവിടങ്ങളിൽ അവിടെ സൗജന്യമായി വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. അതിനായി 24 ടാങ്കർ വണ്ടി വെള്ളയമ്പലം തൈക്കാട് ഭാഗങ്ങളിൽ എത്തിക്കും. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഏർപ്പാട് ചെയ്യുന്ന 10 ടാങ്കർ വണ്ടി കഴക്കൂട്ടം മേഖലയിൽ എത്തിക്കും ഏർപ്പാട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അഡീഷണലായിട്ട് കഴക്കൂട്ടം മേഖലയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് 10 ടാങ്കർ കൂടി അവിടെ കഴക്കൂട്ടം മേഖലയിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്യുന്നു. പിന്നെ ഒരു കണ്ടൂർ റൂം വാട്ടർ അതോറിറ്റിയിൽ ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രത്യേകം തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള നിലയിൽ ആലോചിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, കുടിവെള്ളത്തിന്റെ കാര്യമാണ് വലിയ പ്രതിസന്ധി ഇപ്പോഴുണ്ട്. താൽക്കാലികമായി ചില സംവിധാനങ്ങളൊക്കെ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്ന നടപടിയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ഒരു പരിഹാരം എപ്പോഴേക്കുണ്ടാകും? സർക്കാർ എന്താണ് വിശദീകരിക്കുന്നത് ഹരികൃഷ്ണൻ? രജിത്ത്, പൂർണ്ണമായൊരു പരിഹാരം അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്നത് കരിക്കകം ഭാഗത്താണ്. ഇവിടെയൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു, പ്രതികരണം തേടിയിരുന്നു ജനങ്ങളുടെ. ഇപ്പോഴും വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈ വെള്ളം വന്നിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി അല്ലെങ്കിൽ സഫീഷ്യൻ്റായ രീതിയിൽ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ ഈ 44ഓളം വാർഡുകളിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ പോലും വെള്ളം മുടങ്ങുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഒടുവിൽ ഈ മന്ത്രി ഇടപെട്ടതോടുകൂടി ഒരു യോഗം ചേർന്നത്. ഈ മന്ത്രി ഇടപെട്ട് ഈ യോഗത്തിൽ വിലയിരുത്തിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിക്ക് ഇതിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ നേരത്തെ തന്നെ വിശദീകരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം ഈ നാഗർകോവിൽ ഈ പാതിരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട്, റെയിൽവേ പാതിരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം എത്താത്തത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ അരുവിക്കരയിലെ ഒരു പ്ലാന്റ് നിലച്ചതും ഈ വെള്ളത്തിൻ്റെ ഒരു പ്രതിസന്ധി അത് ഇരട്ടിയാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. കുടിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളമില്ലാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും താൽക്കാലികമായ ഒരു പരിഹാരം ഇപ്പോഴുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നാളെ പുലർച്ചെ വരെ കാത്തിരിക്കണം പൂർണ്ണമായും ഈ വെള്ളം എത്താൻ എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ പൂർണ്ണമായി വെള്ളം എത്തുകയും ഈ ജനങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മന്ത്രി പോലും പറയുന്നത്. ഏതായാലും യോഗം വിലയിരുത്തിയത് ഈ വാട്ടർ അതോറിറ്റിക്ക് ഇതിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ്. റിജിത്ത്, ശരി, ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.